ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഏഴഴകുള്ള രാമായണം. രാമായണം നമ്മളെല്ലാവരും കർക്കിടക മാസത്തിലെ രാമായണം പാരായണം ചെയ്യുകയും കർക്കിടക മാസത്തില് വളരെ മഹത്തരമായൊരു ഗ്രന്ഥമാണ് രാമായണം. ഏഴഴകുള്ള രാമായണം. ഭാരതീയ ഇതിഹാസമായ രാമായണം ലോകത്തിലെ ആദ്യ കാവ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്. പുരാണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കർക്കിടക മാസത്തിലാണല്ലോ നമ്മൾ രാമായണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. കഥാകൽപ്പനയിലും മറ്റെല്ലാ തരത്തിലും ഏഴഴകാണ് രാമായണത്തിനുള്ളതെന്നാണ് അറിവ്. നമുക്ക് ആർക്കെങ്കിലും അറിയോ എന്നറിയില്ല. ഒരു പ്രധാന പുതിയ അറിവ് കൂടിയാണ്. ഏഴഴകുള്ള രാമായണം എന്നാണ് പറയപ്പെടുന്നത്. അതിന് കാരണങ്ങളുണ്ട്. ഈ ഏഴ് എന്ന് പറയുന്ന നമ്പർ രാമായണത്തിൽ വരാൻ കാരണം, അതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. ഭഗവാന് 10 അവതാരമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മഹാവിഷ്ണുവിന് 10 അവതാരമാണ് ഇല്ലേ? ചന്ദനം ചേർത്തൊക്കെ 10 അവതാരമാണ്. 10 അവതാരത്തില് 7ാമത്തെ ഒരു അവതാരമായിട്ടാണ്, ദശാവതാരത്തിലെ 7ാമത്തെ അവതാരമായിട്ടാണ് നമ്മൾ രാമായണത്തില് ശ്രീരാമനെ നമ്മൾ കണക്കാക്കുന്നതും അറിയപ്പെടുന്നതും. 7ാമത്തെ അവതാരമാണ്. രാമായണം എന്ന വാക്ക് നം എന്ന വാക്കിൽ ദീർഘ ഉൾപ്പെടെ അനുസ്വാരം ഉൾപ്പെടെ 7 വാക്കുള്ള ഒരു വാക്കാണത്. 7 വാക്കാണ് അതിൽ. രാമായണം 7ആണ്. രാമായണം എന്ന വാക്ക് 7ആണ്. 7 അക്ഷരം മാത്രമാണ് അതിലുള്ളത്. പിന്നീട് പറയുന്നത് രാമായണത്തിന്റെ കാണ്ഡങ്ങള് 7 കാണ്ഡമാണ് ഉള്ളത്. ബാലകാണ്ഡം തൊട്ട് തുടങ്ങിയാൽ 7 കാണ്ഡങ്ങളാണ് രാമായണത്തിലുള്ളത്. നമ്മൾ ചിലവർ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ലാത്ത കാര്യമാണ് ഈ ഒരു പ്രത്യേകത. 7 കാണ്ഡങ്ങളാണ് രാമായണത്തിലുള്ളത്. രാമരാവണ യുദ്ധം നടന്നത് 7 ദിവസങ്ങളിലായിട്ടാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. രാവണ യുദ്ധം 7 ദിവസം കൊണ്ടാണ് നടന്നത്. അതായത് 7ാമത്തെ ദിവസം ശ്രീരാമൻ യുദ്ധം അവസാനിപ്പിച്ച് സീതയുമായിട്ട് മടങ്ങിപ്പോരുന്നതാണ് നമ്മുടെ രാമായണത്തിൽ പറയുന്നത്. അപ്പൊ 7 ദിവസമാണ് രാവണ യുദ്ധം നടന്നത്. അടുത്തത് രാമന്റെ ജന്മനക്ഷത്രമുള്ള പുണർദത്തിന്റെ നക്ഷത്ര ഗണങ്ങള് 7ആണ്. രാമന്റെ ജന്മനക്ഷത്രം ഏതാണ്? പുണർദമാണ്. ഈ പുണർദത്തിന്റെ നക്ഷത്ര ഗണത്തിന്റെ സ്ഥാനം 7ാമത്തെ സ്ഥാനമാണ്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പുണർദം 7ാമത്തെയാണ്. അപ്പോൾ പുണർദം നാളിന്റെ സ്ഥാനവും 7ാമത്തതാണ്. മറ്റൊരു പ്രത്യേകത, സീതാദേവി 7 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ശ്രീരാമൻ സീതാദേവിയെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത്. അനിയനോട്, ലക്ഷ്മണനോട് പറഞ്ഞ് സീതാദേവി ഉപേക്ഷിക്കുന്നത് 7ാം മാസത്തില് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ്. അതും 7 എന്ന പ്രത്യേകതയാണ്. രാമായണത്തിന് കാരണഭൂതമായത്, രാമായണം രചിക്കാൻ വാൽമീകിക്ക് കാരണഭൂതമായത് സപ്തർഷികൾ 7 മഹർഷിമാരാണ് കാരണഭൂതരായത്. 7ആണ് അവിടത്തെ പ്രത്യേകത. ഓരോ ദിവസവും നമ്മൾ രാവിലെ രാമായണം പകുത്ത് പല കാര്യങ്ങളും നമ്മൾ നോക്കാറുണ്ട്. രാമായണം വായിക്കാനാണെങ്കിൽ രാമായണം പകുത്ത് നമുക്ക് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഉദ്ദിഷ്ടകാര്യസിദ്ധി അറിയാം. അപ്പോൾ ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ഇത് രാമായണം പകുത്ത് 7 വരിയും 7 അക്ഷരവും 7 വരിയും 7 അക്ഷരവും തള്ളിയിട്ട് വേണം നമ്മൾ രാമായണം വായിക്കാൻ തുടങ്ങാൻ. അപ്പോൾ അവിടെയും 7ആണ്. 7 വരി 7 അക്ഷരം അത് തള്ളിയിട്ട് വേണം നമ്മൾ രാമായണം വായിക്കേണ്ടതെന്നാണ് വിശ്വാസം. അപ്പൊ നമ്മൾ പറയുന്ന അതെന്താണോ അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് അഭിഷ്ടസിദ്ധി നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി രാമന് 2 × 7 7 14 കൊല്ലമായിരുന്നു. 14 കൊല്ലമായിരുന്നു വനവാസം. 2 × 7 കൊല്ലം എന്നുള്ളത് 2 കൊല്ലം കൂടെ കൂട്ടി 14 കൊല്ലം. 7 14 എന്ന ഗുണിതത്തിലാണ് വനവാസം നിശ്ചയിച്ചിരുന്നത്. 14 വർഷക്കാലം. രാമൻ 7 കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് എപ്പോഴും സഞ്ചരിക്കുന്നത്. 7 കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇനി 7 നിറങ്ങൾ ചേർന്നാൽ അത് ഏക നിറം, അതായത് വെള്ളയാകും. രാമൻ എഫക്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ. രാമൻ എഫക്റ്റ് എന്ന് പറയുന്ന ശാസ്ത്ര തത്വം. ഈ ശാസ്ത്രീയ തത്വം അനുസരിച്ച് 7 നിറങ്ങൾ ചേർന്നാൽ അത് വെള്ളയാകും. അപ്പോൾ ഇത് എന്താണ്? രാമായണം എന്ന് പറയുന്നത് 7 അഴകുള്ള ഒരു കാവ്യമാണ് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി. അത്രയ്ക്ക് മഹത്തരമായൊരു കാവ്യമാണ് രാമായണം.